ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ പതിവ് പോലെ രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പം ഒത്തിരി രാവിലെ അല്ല കേട്ടോ, താമസിച്ച് 7 മണിയായി. അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ആ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊങ്ങി കളയാതിരിക്കാൻ വേണ്ടി ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് അടിയിലൊരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് ആണ് കിടന്നത്. അപ്പോൾ നമുക്ക് അഥവാ കളഞ്ഞാൽ ആ പ്ലേറ്റ് മാത്രം കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ ഈ മാവ് ഇങ്ങനെ പൊങ്ങി വന്ന് കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലേ. അപ്പത്തിൻ്റെ ആയാലും ഇഡലിയുടെ ആയാലും രാവിലെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടല്ലോ. അങ്ങനെ അത് ഒക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ രാവിലെ ഇന്ന് 2-3 ആഴ്ചയായി നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ട്. അപ്പോൾ ഇന്ന് നെല്ലിക്ക അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ആഴ്ചയിൽ 2 ദിവസം ഞാൻ കുടിക്കുകയുള്ളൂ കേട്ടോ. അഥവാ കുടിച്ചാലും ഒരു നെല്ലിക്കയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് ജ്യൂസ് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ BP ഒക്കെ കുറവുള്ളതാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കുടിക്കാം രാവിലെ. 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം കുടിച്ചാൽ മതി കേട്ടോ. എന്നും തുടർച്ചയായിട്ട് കുടിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ മാവെടുത്ത് ഇന്നത്തേക്ക് മാത്രം എടുത്താൽ മതിയല്ല. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ തലേ ദിവസം മാവൊക്കെ അരച്ച് വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് രാവിലെ എളുപ്പമാവുമല്ലോ, താമസിച്ച് എണീറ്റാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ആവശ്യത്തിനുള്ള മാവൊക്കെ എടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ മാവൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് പുറത്തു നിന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളിങ്ങനെ പുറത്തൊക്കെ നോക്കുമ്പം അത്യാവശ്യം ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കുമല്ലോ, ഒരു തണുപ്പും ഇളം ചൂടും മഞ്ഞും ഒക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ വന്നിട്ട് ബാക്കി പരിപാടി ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ മസാല ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. പക്ഷേ താമസിച്ചപ്പം പിന്നെ നമ്മളെ സമയത്തിനനുസരിച്ച് നമ്മൾ ജോലികൾ ചെയ്യണമല്ലോ. പിന്നെ മസാല ദോശയൊക്കെ റെഡിയാക്കി നിൽക്കുമ്പോൾ താമസിക്കും. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇഡ്ഡലിക്ക് കൂടുതൽ സാമ്പാറാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഇനി സാമ്പാർ പച്ചക്കറിയൊന്നും കട്ട് ചെയ്ത് വച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് നമുക്ക് ഇഡ്ഡലി നല്ല ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന ചട്നി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അത് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇനി ഇത് ഞാൻ വൈകിട്ടത്തേക്കും കൂടെയാണ് കേട്ടോ ഇഡ്ഡലി റെഡിയാക്കി വെക്കുന്നത്. ഇവിടെ ഞാനും ഇപ്പം മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഇഡ്ഡലിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇനി വൈകിട്ടത്തേക്കും കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് അതെല്ലാം ഒഴിച്ച് വേവാൻ വെച്ച് ഇനി നമുക്ക് തേങ്ങയൊക്കെ ചിരുകി എടുക്കാം. അപ്പോൾ തേങ്ങയൊന്നും ഞാൻ തലേ ദിവസം ചിരുകി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങ മതി കേട്ടോ ടൊമാറ്റോ ചട്നിക്ക്. ടൊമാറ്റോയും കൂടെ ഉള്ളതുകൊണ്ട് 2 ടൊമാറ്റോയും 1 സവാളയും മതി. ഇത് രണ്ടും കൂടെ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് തേങ്ങയും കൂടെ ചിരുകി എടുക്കാം. ഇനി നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാം. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാളയും ടൊമാറ്റോയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് രണ്ടും നല്ലതായിട്ടൊന്ന് വെന്ത് വരും. വെന്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും മതി കേട്ടോ. ഇത്രയും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം. പിന്നെ എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്ത് അധികം ഒന്നും നമുക്കിനി ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആ മസാലയും ടൊമാറ്റോയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുപ്പിക്കുക കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. ഇനി ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അത് ഒന്ന് മസാല റെഡിയാക്കിയപ്പം കറിവേപ്പില ഇട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ തക്കാളിയും മസാലയൊക്കെ തണുത്തപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കടുകൊന്നും താളിക്കൂല, ഇങ്ങനെ തന്നെ അരച്ചിട്ട് കഴിക്കാം. നമുക്കിനിയിപ്പോൾ അരച്ചിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാ കറിയൊക്കെ ഉണ്ടാക്കുമ്പം കടുകൊക്കെ താളിച്ചൊഴിക്കുമല്ലോ, അതുപോലെ വേണമെങ്കിലും താളിച്ചൊഴിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എണ്ണയൊക്കെ മാക്സിമം കുറയ്ക്കുന്നതല്ലേ നല്ലത്. നമ്മൾ ഓൾറെഡി കുറച്ച് എണ്ണയൊക്കെ ചേർത്താണ് അത് വഴറ്റിയെടുത്തത്. അതുകൊണ്ട് ആ എണ്ണ മതിയെന്ന് വിചാരിച്ച് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ചട്നി റെഡിയായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇഡ്ഡലിയും റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റി. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരു ഈവനിങ് വ്ലോഗ് ഇട്ടപ്പോൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുപ്പിയിലൊന്നും ആക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി സ്കൂളൊക്കെ അടക്കിയില്ലേ, അവരൊക്കെ എടുത്ത് കഴിക്കുമല്ലോ. അങ്ങനെ കുപ്പിയിൽ അതും ആക്കി വെച്ച് പിന്നെ നോക്കിയപ്പം കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്തിരിക്കണം. അപ്പോൾ ഇനി ഞാൻ ഉച്ചയ്ക്ക് ഉള്ള ചോറും കറികളൊക്കെ തയ്യാറാക്കാൻ പോകുമ്പോൾ പിന്നെ അതിലോട്ട് അങ്ങ് ആയിപ്പോവും. അപ്പം ഞാൻ വിചാരിച്ച് അതിനെടുത്തൊന്ന് ജ്യൂസാക്കി വെക്കാം. ഇപ്പം കുടിക്കൂല, ഫുഡ് കഴിച്ചതല്ലേ ഉള്ളൂ, ഒന്ന് ജ്യൂസൊക്കെ അടിച്ചൊന്ന് ഫ്രീസറിലാക്കി ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവർ കഴിക്കുമല്ലോ. അങ്ങനെ ഞാൻ റോബസ്റ്റ് പഴമാണ് കേട്ടോ ഇവിടെ നല്ല പഴുത്തിരുന്നത്. അപ്പോൾ റോബസ്റ്റ് പഴം നമുക്കറിയാമല്ലോ, അത്യാവശ്യം ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് 1-2 ദിവസമൊക്കെ ആകുമ്പോൾ നല്ല കറുത്ത് പഴുത്തു. അപ്പം ഞാൻ അത് ഒരു 3 എടുത്ത് കുറച്ച് ബൂസ്റ്റ് പഞ്ചസാരയാണ് കേട്ടോ, കുറച്ച് പാലും കൂടെ എടുത്ത് അടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ചവയ്ക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ കപ്പലണ്ടി തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തൊന്ന് കഴിക്കുന്നതാണ്. അപ്പം ഇനി ഇതെല്ലാം നല്ലതായിട്ട് അഴിച്ചെടുത്തിട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പലണ്ടിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്യുക. കപ്പലണ്ടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അടിച്ചെടുക്കുക. അപ്പോൾ കടിക്കാൻ വേണ്ടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അടിച്ചെടുക്കുക, പിന്നെ അല്ലെങ്കിൽ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല അരച്ച് ചേർക്കാം. അപ്പം അതും കൂടെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതെല്ലാം അടിച്ചെടുത്ത് ഇതാ ഒരു ബൗളിലോ നമുക്ക് ഏതെങ്കിലും ഒരു ബോക്സ് എന്തെങ്കിലും ആക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതടിച്ച് ഇനി കുറച്ച് പാലും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ നമ്മൾ ഒഴിച്ചടിക്കുമ്പം മിക്സിയിൽ നിന്ന് അത് പുറത്ത് കളയുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പാല് ബാക്കി വെച്ച് ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് ബാക്കിയൊന്ന് ചെക്ക് ചെയ്തിട്ട് മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, ബൂസ്റ്റ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം, നമ്മുടെ ആവശ്യത്തിനെല്ലാം ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മധുരം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഫ്രീസറിൽ വയ്ക്കും. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത് കുടിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബായ്.